തിരുവനന്തപുരത്തിന് സമാനമായ എ.ടി.എം തട്ടിപ്പ് മറ്റ് സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടാകാമെന്ന് സംശയം. സംസ്ഥാനത്തെ മുഴുവൻ എ.ടി.എമ്മുകളുടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ബാങ്കുകൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ഇതിനിടെ തിരുവനന്തപുരത്ത് എ.ടി.എമ്മിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായുള്ള പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. തിരുവനന്തപുരത്തെ ഹൈടെക് തട്ടിപ്പിന് പിന്നിൽ റൊമാനിയൻ സ്വദേശികളായ 3 പേരാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഈ 3 പേരും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്ന പാസ്പോർട്ടും അനുബന്ധ രേഖകളും പരിശോധിച്ചതിലൂടെ അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇവർ മറ്റിടങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകുമോ എന്ന ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. ATM കൗണ്ടറുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച പിന്നീട് കൃത്രിമ കാർഡുണ്ടാക്കി പണം പിൻവലിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് മറ്റിടങ്ങളിൽ നടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പണം പിൻവലിക്കപ്പെടുമ്പോൾ മാത്രമേ തട്ടിപ്പ് നടന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. കേരളത്തിൽ തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് സ്ഥലങ്ങളിൽ ഈ മൂവർ സംഘം സഞ്ചരിച്ചിരുന്നു എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. പ്രതികൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ എല്ലാ വിമാനത്താവളങ്ങളിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി കേരള പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുംബൈയിലോ പരിസര പ്രദേശത്തു നിന്നോ ഹൈടെക് കള്ളന്മാരെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം വച്ചു പുലർത്തുന്നതും. തിരുവനന്തപുരത്ത് മുറിയെടുക്കുമ്പോൾ ഔദ്യോഗിക രേഖയുടെ പകർപ്പുകൾ സംഘം ഹോട്ടൽ ജീവനക്കാർക്ക് കൈമാറിയിരുന്നു. ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇവർ മുറിയെടുക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനവും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.